ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണം കേട്ടോ. എണീക്കാൻ കുറച്ച് ലേറ്റായി. ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഡിസംബർ 8 ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു സർപ്രൈസൊക്കെ കിട്ടി കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിക്കേ. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സമ്മാനമായിരുന്നു കേട്ടോ അത്. കാരണം ഗിഫ്റ്റിൻ്റെ വലിപ്പമൊന്നുമല്ല കേട്ടോ ഞാൻ പറയണേ. നമുക്ക് സർപ്രൈസ് തരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ജോലിയേട്ടനെ അറിയില്ലായിരുന്നു. എനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വാങ്ങിക്കോളാൻ പറയും. ആ മനുഷ്യൻ ഇന്ന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ അറിയാതെ വാങ്ങി വയ്ക്കുക, എന്നിട്ട് അതെനിക്ക് സമ്മാനിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടതല്ലേ. അപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്നെ വിളിക്കുമ്പോൾ ജ്യോതിയേട്ടൻ ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. സോ എന്നെ അറിയണ, എൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഈ ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്മാവാണ് ഉണ്ടാക്കണത് കേട്ടോ. ചോറും കറിയൊക്കെ അമ്മയും അച്ഛനും കൂടി റെഡിയാക്കി. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവ ഉപ്മാവാണ് ഉണ്ടാക്കണത്. ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കണ്ണപ്പൻ അവിടെ എണീറ്റുണ്ട്. കണ്ണപ്പനെ ജ്യോതിയേട്ടൻ എണീപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ വാശിയാണ് അവിടെ കേട്ടത്. അപ്പോൾ എൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാട്ടോ, എന്നിട്ട് കഴിക്കാം. അപ്പം ഇന്ന് ടൗണിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജ്യോതിയേട്ടൻ. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ഇതെനിക്കിവിടെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. അമ്മയുടെ ഒരു ഊഹത്തിന് ഷേപ്പാക്കി വെച്ചതാണ്. എനിക്ക് കുറച്ച് ലൂസുണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ണപ്പനെ ഡ്രസ്സ് മാറാൻ വിളിച്ചിട്ട് വരുന്നേ ഇല്ല കേട്ടോ. അവൻ എൻ്റെ ഷെൽഫിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്, അതേപോലെ ഉള്ളിക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് കളിക്കുക. ലാസ്റ്റ് ജ്യോതിയേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു കൊണ്ട് പോയിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചത്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ ഹെൽമെറ്റ് പുതുരുത്തി വീട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ശ്രുതിയേച്ചിയുടെ ഹെൽമെറ്റാണ് വാങ്ങിക്കണേ. പക്ഷെ അത് എനിക്ക് കുറച്ച് ലൂസുണ്ട്. സോ നമ്മൾ പോണ വഴിക്ക് പുതുരുത്തി വീട്ടിൽ കയറി ഹെൽമെറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്മ ഇല്ല, അമ്മയുടെ തറവാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹെൽമെറ്റ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യണ സ്ഥലം കോലഴിയാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോഴേ എപ്പോഴും വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോളേജ് ലൈഫ് ഇവിടെ ചിന്മയ മിഷൻ കോളേജിലായിരുന്നു. അപ്പോൾ കോളേജ് ഡേയ്സ്, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെ എല്ലാം ഒരൊറ്റ സെക്കൻഡിൽ ഇങ്ങനെ മനസ്സിൽ മിന്നിമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ ഒന്ന് ഷൂട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ ടൗണിലെത്തിയിട്ടോ. എന്താണ് ജ്യോതിയേട്ടൻ്റെ പ്ലാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ജ്വല്ലറിക്കാണ് കേട്ടോ. എൻ്റെ താലിച്ചെയിൻ്റെ ഒരു കണ്ണി വിട്ടു പോന്നിരുന്നു കേട്ടോ. അത് മാറ്റി തരാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ചെയിൻ മാറ്റണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇന്ന് തന്നെ നടക്കുന്നൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ചെയിൻ ലോട്ടസ് ചെയിൻ ആയിരുന്നു, ആ മോഡലായിരുന്നു. അത് പെട്ടെന്ന് ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് സെയിൽസ്മാൻ ആ ചേട്ടനും പറഞ്ഞു കേട്ടോ, കസ്റ്റമേഴ്സ് കുറച്ച് പേര് അങ്ങനെ പറയാറുണ്ട്, പെട്ടെന്ന് ഡെയിലി യൂസ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ചെയിനും നോക്കി. അപ്പോൾ മുല്ലമൊട്ടുമാല കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതും പിന്നെ വേറൊരു മോഡലും നോക്കി. ആ 2 മോഡലാണ് എനിക്ക് ഇഷ്ടമായത്. ലാസ്റ്റ് ഞാൻ മറ്റേ മോഡൽ സെലക്ട് ചെയ്തു കേട്ടോ. ഇതാണ് സെലക്ട് ചെയ്ത മാല. അപ്പോൾ കണ്ണപ്പം ഭയങ്കര സൈലൻ്റായി ഇരിക്കുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയാൽ പിന്നെ അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ അവൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അവനെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അവനോട് സംസാരിക്കാൻ വേണ്ടി കുറേ നോക്കി, പക്ഷെ അവ ഒന്നും മിണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ നോക്കി, ഞങ്ങൾ ചെയ്യണതൊക്കെ നോക്കി മിണ്ടാതിരിക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ പതുക്കെ ചെന്നതിൽ ഓരോ ബോൾസും അതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് എന്നുള്ളതിന് പറയുക തന്നെ സ്റ്റാർ വരികയെന്നാണ് കേട്ടോ. സ്റ്റാർസ്, അതേപോലെ അങ്ങനത്തെ ലൈറ്റിങ്സുകൾ, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ സ്റ്റാറും ലൈറ്റൊക്കെ നമുക്കും മേടിക്കണ്ടേന്നൊക്കെ ചോദിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ചെയിൻ നമുക്ക് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ എവിടെയും കയറാൻ നിന്നില്ല, നല്ല വെയിലും അല്ലേ. നേരെ ഫുഡ് കഴിക്കാൻ കയറി. കണ്ണന് ബിരിയാണി മതി പറഞ്ഞിരുന്നു കേട്ടോ. അവൻ ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾ അവന് റൈസ് മാത്രം വാങ്ങിക്കൊടുക്കുക. ബിരിയാണി റൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് റൈസും ജ്യോതിയേട്ടന് ചിക്കൻ ബിരിയാണിയും ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസും ഓർഡറാക്കി. ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ എനിക്ക് നാഫിയേനെ ഓർമ്മ വരും കേട്ടോ. നാഫിയ പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കോളേജ് ടൈമിൽ അവളായിരുന്നു എൻ്റെ ഫ്രൈഡ് റൈസ് പാർട്ട്ണർ.
അന്ന് മുതലേ ഞാൻ പുറത്തുനിന്ന് കൂടുതൽ കഴിക്കുക ഫ്രൈഡ് റൈസാണ് കേട്ടോ. അന്ന് ഞാനും അവളും ഷെയർ ഇട്ടിട്ടാട്ടോ ഫുഡ് കഴിച്ചിരുന്നത്. ഇപ്പം അവളെ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസും കൂടി ഓർഡറാക്കി. അവൻ ജ്യൂസ് മുഴുവൻ കുടിച്ചില്ല, കുറച്ചേ കുടിച്ചുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇതേ വീട്ടിലെത്തി. അമ്മയും അച്ഛനും വലിയമാമയൊക്കെ ഓടി വന്നിട്ട് കണ്ണപ്പനെ നോക്കണം കേട്ടോ. വെയിൽ കൊണ്ടോ, ക്ഷീണിച്ചോ, ഫുഡ് കഴിച്ചോ, അങ്ങനെ. ഞാൻ ഗോൾഡ് എടുത്തത് ഞാൻ തന്നെ എടുത്ത് കാണിച്ചു കൊടുത്തത്. ഇതാണ് കേട്ടോ നമ്മളെടുത്ത് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ തന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അവർക്ക് കണ്ണപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അത് മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തത്. ഞാൻ അവിടെ നിന്ന് ഇട്ടില്ല, വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മോഡൽ എന്താ പറഞ്ഞത്, കനകമാലന്നോ കനകപ്പിരിന്നോ അങ്ങനെ എന്തോ ആണ് മോഡലിൻ്റെ പേര് പറഞ്ഞത്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മളെടുത്തത്. ഞാനത് ഇട്ട് നോക്കി, വലിയ കുഴപ്പമില്ല കേട്ടോ, ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ നല്ല നീളത്തിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് ചെറിയ മാലയാണ് ഇഷ്ടം. അങ്ങനെ ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ, വെയിൽ കാരണം തോന്നുന്നു. പിന്നെ നേരെ പോയി കിടന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് നൈറ്റ് ഇതേ ഫുഡ് കഴിക്കണതിൻ്റെ മുന്നേ അവനൊരു കേക്കൊക്കെ മുറിക്കണം. ഫുഡ് ഞങ്ങൾ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയിരുന്നു കേട്ടോ. ചില്ലി ചിക്കൻ വാങ്ങി. അപ്പോൾ അമ്മ ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ടൊരു ഗോബി മഞ്ചൂരിയനും വാങ്ങി. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഹാപ്പിയായി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ദിവസം ഒരുപാട് നല്ലതായിരുന്നു കേട്ടോ. ഞാനും ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ മറ്റൊരു വിശേഷമായി പിന്നെ കാണാം. ടാറ്റാ ബൈ.